ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. ക്രിസ്മസിന്റെ ഒക്കെ ഷോപ്പിംഗ് കാരണം നല്ല രീതിയിൽ വെയിലുണ്ട്, ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസ് എല്ലാം. അത് മാത്രമല്ല അടുത്ത ദിവസം ഞങ്ങൾക്ക് നാടകമുണ്ട്, അതുകൊണ്ട് തന്നെ ഫേസ് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, പക്ഷെ നമ്മുടെ പ്രൊസീജിയറിലാണ് കേട്ടോ കുറച്ച് വ്യത്യാസമുള്ളത്. ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് കടലമാവ് ഇടുക, പിന്നെ കോഫി പൗഡർ ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചപ്പാൽ ഒഴിക്കണേ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ വ്യത്യാസം കാണുന്നത് ഇത് എഡിറ്റിംഗ് ഒന്നും അല്ല കേട്ടോ, ഇത് പക്ക നോർമൽ ക്യാമിൽ എടുത്തേക്കുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്യുന്നതോറും കോഫി നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഈ ഒരു കളർ ഫോം ചെയ്യും കേട്ടോ. നമ്മൾ ഏതൊരു പാക്കും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ ഈ പാക്ക് എന്നല്ല, ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ ഹെയറിലാണെങ്കിലും സ്കിന്നിലായാലും അപ്പം തന്നെ അപ്ലൈ ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഫേസ് പാക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പിൽ നമ്മുടെ മിച്ചം വന്ന പാലിനെ തിളപ്പിച്ചതുപോലെ പാൽപ്പാട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോർക്ക് വെച്ചാണ് ആ ഒരു പാൽപ്പാടിനെ ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം. ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് ക്ലെൻസിങ് ആണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് പാൽപ്പാടാണ് കേട്ടോ. സാധാരണ എല്ലാവരും ക്ലെൻസിങ് മിൽക്കാണ് ഉപയോഗിക്കാറുള്ളത്. അല്ലാതെ ഇപ്പോൾ ഒരു നാച്ചുറലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തൈര് ഉപയോഗിക്കാം, പച്ചപ്പാൽ ഉപയോഗിക്കാം, പിന്നെ ഇതുപോലെ പാൽപ്പാട് ഉപയോഗിക്കാം കേട്ടോ. ക്ലെൻസിങ് ഫസ്റ്റ് ചെയ്ത് നമ്മൾ ഫേസ് വാഷിട്ടൊക്കെ ഫേസ് കഴുകൂലേ, അതേ ഒരു പ്രൊസീജിയറാണ് ക്ലെൻസിങ് ചെയ്യണത്. അതിപ്പോൾ ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പും ഇതുപോലെ ഒരു ക്ലെൻസിങ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഫേസിൽ മാത്രമല്ല കേട്ടോ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ നെക്കിലും ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും ത്രൂ ഔട്ട് ഞാൻ ഇതുപോലെ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഇത് കൊണ്ടു നടക്കാൻ കാരണം ഇതിന് നല്ല വൈഡ് നെക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് നെക്കിനാണെങ്കിലും ബാക്ക് നെക്കിലാണെങ്കിലും നല്ലപോലെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം ഫേസൊക്കെ. പിന്നീട് നമ്മൾ സാധാ വെള്ളം കൊണ്ടാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്യണത്. ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യണത്. ചിലർ ബ്രഷ് കൊണ്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, എങ്ങനെയാലും കുഴപ്പമില്ല. ഫേസിലൊന്ന് മൊത്തത്തിലൊന്ന് കവർ ആയാൽ മതി. പിന്നെ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്നും ബ്രൈറ്റ് ആവില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ഈ പാക്ക് ആണെങ്കിലും നിങ്ങൾ ഏതൊരു പാക്ക് ഉപയോഗിച്ചാലും ആദ്യം ഒരു ടോണെങ്ങാനും നമ്മുടെ ബ്രൈറ്റ്നസ് കൂടും. അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാനത് ചെയ്യാത്ത എനിക്ക് മടി കൊണ്ട് മാത്രമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് നോക്കണമെന്നുണ്ട്. ഒരു 30 ഡേയ്സ് ചലഞ്ച് ഒക്കെ ചെയ്ത് നോക്കണമെന്നുണ്ട്. അങ്ങനത്തെ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാം. അതിപ്പോൾ എനിക്ക് ഇത്തിരി മടിയും പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ എൻ്റെ സ്കിന്ന് ഓൾറെഡി നോർമൽ സ്കിന്നാണ്. കുഞ്ഞു ഓപ്പൺ പോർസ് ഉണ്ട്. പക്ഷെ പിമ്പിൾസ് എനിക്ക് വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അൺഈവൻ ടോണാണ്. ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ എൻ്റെ. ഇതൊരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു പാക്കും കൊണ്ടൊന്നും മാറില്ല. ഞാൻ വീണ്ടും ട്രൈ ചെയ്താൽ മാത്രമേ എനിക്കത് മാറുള്ളൂ. അതങ്ങനെ ഞാൻ മാറ്റിയെടുക്കണം നല്ല ആഗ്രഹമുണ്ട്. ഒരു ഗ്ലാസ് സ്കിൻ വരുത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കുറേയൊന്നും നാച്ചുറൽ റെമഡി കൊണ്ട് മാത്രം മാറില്ല. കുറേയൊക്കെ നമ്മൾ കെമിക്കൽ പ്രോഡക്ട്സും യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഡെർമഡോക്കിൻ്റെ ഒക്കെ ഫേസ് സെറം ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്താൽ നല്ലതാണ്. ഞാനൊരു സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും ഇത് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ, അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. സോ അത് നല്ല അടിപൊളിയാണ്. പിന്നെ വേറെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ അധികം പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കെമിക്കൽ ടെസ്റ്റ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. PRP ടെസ്റ്റ്, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ, ആൻറ്റി ഏജിങ്, വാമ്പയർ, LED ലൈറ്റ് ടെസ്റ്റ്, ഫോട്ടോ ഫേഷ്യൽ, കെമിക്കൽ പീലിംഗ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ക്വിക്ക് റിസൾട്ടാണ്, പെർമനന്റ് റിസൾട്ടാണ്. അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്താൽ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ സാധാരണയായിട്ട് ചെയ്യണത് ഒരു ക്ലീനപ്പും ഡീറ്റാൻ ആണ്. അത് ഞാൻ വല്ലപ്പോഴാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതെനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു 300-350 റേറ്റിനിടയ്ക്കാണ് അത് വരാറുള്ളത്. അത് എല്ലാ സ്ഥലത്തും ഇതേ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രോഡക്ട്സിന് ക്വാളിറ്റിക്കൊന്നും വലിയ കുറവൊന്നുമില്ല. പിന്നീട് ഞാൻ ഒരു തവണ ഹൈഡ്രാ ഫേഷ്യൽ ഇറങ്ങിയ ഒരു ടൈമിൽ ഒരൊറ്റ സെറ്റ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 മാസത്തേക്ക് ഫേസ് നല്ല ഗ്ലോയും അതുപോലെ തന്നെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിരുന്നു. പിന്നെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. സോ ഫസ്റ്റ് സെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു 4 സെറ്റിലും ചെയ്ത ഫേസ് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് പറയണത്. ഫസ്റ്റ് സെറ്റിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പൈസ കൂട്ടി വെച്ച് ചെയ്താണ്. ഒരു 6000 റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ ബാക്കിയുള്ള ഹൈ പ്രൊഡക്റ്റും ഹൈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കുമെന്ന്. പിന്നെ ഇപ്പോൾ ഹൈഡ്രാ ഫേഷ്യലൊക്കെ 3000-3500 രൂപയ്ക്കൊക്കെ ചെയ്തു തരാനുണ്ട്. അതൊക്കെ അത്ര നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണോ അവർ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ 6000-ന്റെ ആണ് ചെയ്യണമെങ്കിൽ പോലും നല്ല സ്ഥലത്ത് പോയിട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ സാധാ ലോക്കൽ കടയിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഫേസിന്റെ കാര്യമാണ്, സ്കിന്നിന്റെ കാര്യമാണ്. സോ
സോ ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം പോയി ചെയ്യുക. സോ ഞാൻ ക്ലീനപ്പ് ആണെങ്കിലും ഡീറ്റെയിൽ ആണെങ്കിലും ഈവൻ ഒരു തവണ ഒറ്റ തവണ മാത്രമേ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ടുള്ളത് പോലും ചെയ്തിട്ടുള്ളത് വളരെ നല്ല നല്ല സ്ഥലത്താണ്. എന്ന് വെച്ചാൽ പേര് കേട്ടിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലത്ത് പോയി ചെയ്യണം എന്നല്ല, വളരെ നല്ലതായിട്ട് ഒരു പ്രൊഫഷണൽ ടച്ചിൽ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയറിലോട്ട് വരാം. നല്ലപോലെ ഫേസിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ 2-3 തവണയാണ് കേട്ടോ ഇതിന് കോട്ടിങ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മസാജ് ചെയ്യുക. ലൈറ്റ് ആയിട്ടുള്ളൊരു മസാജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, കണ്ണ് അടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ കണ്ണിൻ്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റിങ്കിൾസ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഫേസിലും നെക്കിലും ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലൊക്കെ ഞാൻ നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മിച്ചം എനിക്ക് കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ വന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാമേ. അങ്ങനെ മാസ്ക് ഡ്രൈ ആയി ഒരു 10-20 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാമേ. ഞാൻ എല്ലായിടത്തും കേൾക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നതാണ് 20 മിനിറ്റ്സിന് അപ്പുറത്തോട്ട് വെക്കരുത് കേട്ടോ. അത് ഞാൻ സെർച്ച് ചെയ്തപ്പോഴും ChatGPTയോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. 20 മിനിറ്റ്സിന് അപ്പുറത്തോട്ട് നമ്മൾ പ്രൊഡക്റ്റ് വെക്കാൻ പാടില്ല. അതിപ്പോൾ ഡിപ്പെൻസ് ഓൺ ദി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതിപ്പോൾ മാസ്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത ക്ലെൻസിങ്ങില്ലേ, ആ ഒരു ക്ലെൻസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 1 മിനിറ്റ് മാത്രം നമ്മൾ ഫേസിൽ വെക്കാൻ പാടില്ലേ. എനിക്കിത് വാഷ് ചെയ്യുമ്പോണ്ടല്ലോ, ജസ്റ്റ് ചുമ്മാ വാഷ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ സാധാരണ ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും ഒക്കെ തേക്കുമ്പോണ്ടല്ലോ, ഞാൻ സാധാരണ കുളിക്കാറാണ് കേട്ടോ പതിവ്. കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ ആൾക്കാർ ഈ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫേസിലാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് വാഷ് ചെയ്യുള്ളേ, പക്ഷെ നെക്കിലും കൂടി ആയതുകൊണ്ട് എന്തായാലും പോയി കുളിക്കണം കേട്ടോ. സോ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ചടായ്, ഇതാണ് കേട്ടോ എൻ്റെ റിസൾട്ട്. അങ്ങനെ ഞാൻ കുളിച്ചെത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫേസിനേക്കാളും എൻ്റെ നെക്കാണ് കേട്ടോ ഒന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി കുളിച്ചിട്ട് വന്നതിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഇവനാണ് ഞങ്ങളുടെ കർക്കുട്ടി. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പൊക്കോണ്ടിരിക്കുകയായിരുന്നേ. സോ ഞാൻ അവനങ്ങനെ പൊക്കി. ഇവനാണ് കേട്ടോ ഞങ്ങളുടെ കർക്കുട്ടി. പേർഷ്യൻ ക്യാറ്റാണ്. 2 വയസ്സ് പ്രായമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടട്ടെ. അപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിലോട്ട് വരാം. സ്കിൻ എനിക്ക് പേഴ്സണലി ബ്രൈറ്റ് ആണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫിൽറ്ററോ എഫക്റ്റോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു പോർഷൻ കുറച്ച് ഇരുട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെന്ന് വെച്ചാൽ വീടിൻ്റെ തുടക്കം തൊട്ടി അവസാനം വരെ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് കാണാനും പറ്റുമേ. പിന്നെ ക്യാമിലാണെങ്കിലും ഞാൻ സ്മൂത്ത്നെസ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല. എല്ലാം 0-ലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിലുള്ള ചെറിയ ചെറിയ പിമ്പിൾസും ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എന്തായാലും റിസൾട്ട് നല്ലതാണ്. എന്തായാലും നമ്മൾ ഏതൊരു പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും നല്ലതല്ലേ. സോ ഇത് അധികം ചിലവില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. സോ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.